ഹലോ ഹായ് വെൽക്കം ടു പ്രിയാമ്പിൾ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ ഗവേണൻസിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ള ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഡേറ്റ എന്താണ്, പ്രൈവസി എന്താണെന്ന് സെപ്പറേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ പ്രൈവസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സിലബസിനെ ആ രീതിയിൽ നമ്മളൊന്ന് ഡീകോഡ് ചെയ്യുക, പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ദെൻ നമുക്കതിൻ്റെ ഡെപ്തിലേക്ക് പോകാം. സോ ഡേറ്റ പ്രൈവസിക്കകത്ത് ഡേറ്റ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഈ ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇൻഡിവിജ്വലി ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ആണ്. ഡേറ്റ എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് റോ ആണ്. അതായത് അതിനകത്ത് മീൻസ് നമുക്ക് കിട്ടുന്ന അതേ ഫോർമാറ്റിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. മേ ബി ലൈക്ക് സിമ്പിൾസും നമ്പേഴ്സും ഒക്കെ ആയിട്ട് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, ഫാക്റ്റുകളായിരിക്കും അതിലുണ്ടാവുക, ഫാക്ട്സ് ഉണ്ടാകും അതിനകത്ത്. ദെൻ എന്താണ്, അൺഓർഗനൈസ്ഡ് ആണ് എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് ഇതിൽ വരുന്നത്. ഈ ഡേറ്റയായിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയത് കൊണ്ട് നമുക്കെന്താണ്, സാധാരണപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യൂസ്ഫുൾ അല്ലെങ്കിൽ കാണുമ്പോൾ മീനിങ് ഫുള്ളായിട്ട് നമ്മളൊന്നും തോന്നണമെന്നില്ല. വളരെയധികം ഡിസോറിയൻറ്റഡായി കണക്ഷൻ ഇല്ലാതെ കിടക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ ഈ ഡേറ്റ എന്ന് പറയുന്ന സംഗതികളെ, ഡേറ്റ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഡേറ്റ ആവാം, നമ്മളുടെ ഡേറ്റ, പേരും മറ്റു വിവരങ്ങളും അടങ്ങുന്നതെല്ലാം ഡേറ്റയാണ്. ഈ ഡേറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പ്രോസസ്സ് ചെയ്യുകയാണോ അതിൻ്റെ എന്താണ് ഡിസോറിയൻറ്റേഷൻ മാറ്റി ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു സംഗതിയുണ്ട്. ഇതിനെ നമ്മൾ പിന്നീട് വിളിക്കുന്നത് ഇൻഫർമേഷൻ എന്നാണ്. ഇൻഫർമേഷൻ ഇത് മീനിങ് ഫുൾ ആണ്, ഓർഗനൈസ്ഡ് ആണ്. ഇത് നമുക്ക് എന്താണ്, കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇതിൽ നിന്നും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുള്ളുമാവുന്ന കാര്യമാണ്. അപ്പം ഡേറ്റ എന്നതുകൊണ്ടും ഇൻഫർമേഷൻ എന്നതുകൊണ്ടുമുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക. കാരണം ഡേറ്റ പ്രൈവസി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നിങ്ങനെയുള്ള ടോപ്പിക്കുകൾ കൊടുക്കുമ്പം ഡേറ്റയും ഇൻഫർമേഷനും മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്താൽ പോരെ എന്നൊക്കെയുള്ളൊരു തോന്നൽ അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ വരും. അപ്പോൾ അതാദ്യം ഒന്ന് ക്ലിയർ. നമുക്ക് ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. സോ ഫ്രം ദ ഡെഫിനിഷൻ വി ക്യാൻ റീഡ്, ഡേറ്റ പ്രൈവസി റെഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ടു കൺട്രോൾ how their critical personal information, also called personally identifiable information, is collected, used, stored and shared. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഡേറ്റ എന്ന് പറയുന്ന ടേമിന് പകരം ഇവിടെ ക്രിട്ടിക്കൽ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഈ പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ തിരിച്ചറിയത്തക്ക വിധമുള്ള, അയാളുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനാണ് പേഴ്സണലി ഐഡൻറ്റിഫയബിൾ ഇൻഫർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ പേരും മറ്റു വിവരങ്ങളും ബയോമെട്രിക് ഡേറ്റയും എല്ലാം അടങ്ങുന്നതാണ് അതെന്ന് പറയുന്നത്. സോ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ ഒരു സംഗതി കളക്ട് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും നിയന്ത്രിക്കാനുള്ള ആ വ്യക്തിയുടെ അവകാശത്തെയാണ് നമ്മൾ ഡേറ്റ പ്രൈവസി എന്ന് വിളിക്കുന്നത്. എന്താണ്, അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ പേഴ്സണൽ ഇൻഫർമേഷൻ എങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്നു, എന്തിന് യൂസ് ചെയ്യപ്പെടുന്നു, സ്റ്റോർ ചെയ്യപ്പെടുന്നതിൻ്റെ അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി എന്താണ്, അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നീ കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ഓരോ വ്യക്തിയുടെയും അവകാശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് protecting sensitive information such as names, address, biometric data, financial details and online behavior from unauthorized access and misuse. അതായത് ഇപ്പം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്ന ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരും ബയോമെട്രിക് ഡേറ്റയും അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും ഇനി ഓൺലൈനകത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, അതിൻ്റെ ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അത്തരം കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നതിൽ നിന്നും, അതുപോലെ തന്നെ എന്താണ്, അധികാരമില്ലാത്ത ആളുകൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ പലരും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിയമത്തിൻ്റെ അണ്ടറിൽ കൺട്രോൾ ചെയ്യുന്നതുണ്ട്. ഇപ്പോൾ ആധാർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കളക്ട് ചെയ്തിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അത് ഗവൺമെൻറ് മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ എന്താണ്, ഗവൺമെൻറ് അല്ലാത്ത ഇതര സ്ഥാപനങ്ങൾക്ക് അത് കിട്ടാനുള്ള, ബൈ റൂൾ അത് കിട്ടാനുള്ള അവകാശമില്ലെങ്കിൽ അവർക്കതിനുള്ള ആക്സസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം, അതിനാണ് അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഓതറൈസ്ഡ് ആക്സസിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നതിൽ നിന്നും എന്ത് ചെയ്യുക, തങ്ങളുടെ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ഡേറ്റ പ്രൈവസിയും, അതായത് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത ഡേറ്റ പ്രൈവസിയും ഡേറ്റ സെക്യൂരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മോർ ഓർ ലെസ് സെയിം ആണെന്ന് തോന്നുന്ന കാര്യമായിരിക്കും. ഡേറ്റ പ്രൈവസി എന്താണെന്നുള്ളതും ഡേറ്റ സെക്യൂരിറ്റി എന്താണെന്നുള്ളതും. നൗ ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ പ്രൈവസി എന്തിനെ ഫോക്കസ് ചെയ്യുന്നു നോക്കാം.
it focuses on the rights and expectation of individuals regarding their personal information. ഇവിടെ എന്താണ്, ഇവിടെ ഡേറ്റ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ എന്താണ്, അതിനകത്തുള്ള റൈറ്റ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ആണ്. അതായത് തങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതിൻ്റെ ആ കാര്യങ്ങൾ അറിയാനുള്ള അവകാശത്തെയാണ് നമ്മൾ ഡേറ്റ പ്രൈവസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് എൻഷുറിങ് ദാറ്റ് ദ ഡേറ്റ ഈസ് കളക്റ്റഡ്, പ്രോസസ്ഡ്, ഷെയർഡ് ഇൻ എ മാനർ ദാറ്റ് റെസ്പെക്ട് ദ ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അപ്പോൾ ഇതിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, അതിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ എന്താണ്, തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാത്ത രീതിയിലാണ് അത് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഡേറ്റ പ്രൈവസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഇൻക്ലൂഡ് കൺസിഡറേഷൻ ലൈക്ക് ഒബ്റ്റെയിനിങ് പ്രോപ്പർ കൺസെൻറ്റ് ബിഫോർ കളക്ടിങ് ഡേറ്റ. അതായത് നിങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് കളക്ട് ചെയ്യുന്നു, നിങ്ങളിൽ നിന്നുള്ള കൺസെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കുക. അതായത് ചോദിക്കാതെയും പറയാതെയും അല്ല കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാക്കുക. അതായത് നമ്മൾ വിൽഫുള്ളായിട്ടാണ് ആ ഡേറ്റ കൊടുത്തിട്ടുള്ളത്. ദെൻ ബീയിങ് ട്രാൻസ്പെയറൻറ്റ് അബൌട്ട് ഹൗ ദ ഡേറ്റ വിൽ ബി യൂസ്ഡ്. ഈ കൊടുക്കുന്ന ഡേറ്റ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം എന്തായിരിക്കണം, കൃത്യമായിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന ആളിന് ബോധ്യമുണ്ടായിരിക്കണം. അത് വാങ്ങുന്ന സമയത്ത് ബോധ്യപ്പെടുത്തുന്നതിനപ്പുറത്ത് അത് യൂസ് ചെയ്യുമ്പോഴും എന്താണ്, ആ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം. തങ്ങളുടെ ഡേറ്റ വളരെ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് കളക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമായിരിക്കണം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗിവിങ് യൂസേഴ്സ് ദി ഓപ്ഷൻ ടു ഓപ്റ്റ് ഔട്ട് ഓർ ഹാവ് ദെയർ ഡേറ്റ ഡിലീറ്റഡ്. അതായത് നമ്മൾ വിൽഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം എന്താണ്, അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് എനിക്ക് തരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ളൊരു സാഹചര്യവും, അതല്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് കൊടുത്തതിന് ശേഷം വിചാരിക്കുകയാണ് എൻ്റെ പേഴ്സണൽ ഡേറ്റ അല്ലേ, അതിനകത്ത് സോൾ അതോറിറ്റി ഞാനാണല്ലോ വരുന്നത്, അപ്പോൾ എനിക്ക് ആ ഡേറ്റ നിങ്ങൾക്ക് തന്നത് എനിക്ക് തിരിച്ച് റിട്ടേൺ, അതായത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക, അത് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ മാറി നിൽക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ കേൾക്കുമ്പോൾ തോന്നും ഇതതിൻ്റെ ഡേറ്റ പ്രൈവസിയുടെ പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണിത്, പക്ഷേ എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല. ഇപ്പോൾ ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുന്നത് നമ്മളുടെ കൺസെൻറ്റോട് കൂടിയിട്ടൊക്കെയാണ്, ശരി തന്നെയാണ്, നമ്മളോട് ചോദിക്കാതെയും പറയാതെയൊന്നും അല്ല, അല്ലെങ്കിൽ നമ്മൾ വിൽഫുള്ളായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ എന്താണ്, ഒരു ഫോഴ്സ്ഫുൾ വിൽ അവിടെ ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോൾ, അതായത് എല്ലാവരും നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അത് നമുക്ക് ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇതല്ലാതെയുള്ള കേസിൽ നമുക്ക് എന്താണ്, അതിൻ്റെ ഒരു യഥാർത്ഥ പ്രിൻസിപ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ നിങ്ങളുടെ താല്പര്യപ്രകാരമായിരിക്കും കളക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാം. ഇനി അതെല്ലാം നിങ്ങൾ തന്നതിന് ശേഷം വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണോ കളക്ട് ചെയ്തത് അവരതിൽ നിന്ന് എന്താണ് അത് ഒഴിവാക്കുകയും ചെയ്യണം എന്നുള്ളത്. അതൊക്കെ ഡേറ്റ പ്രൈവസിയുടെ പ്രിൻസിപ്പിളിൻ്റെ അണ്ടറിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. എന്നാൽ ഡേറ്റ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, ഡേറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് കൊടുക്കുന്ന ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം, അതെന്താണ്, അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഡേറ്റ പ്രൈവസിയിൽ വരുന്നതെങ്കിൽ. ഡേറ്റ സെക്യൂരിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡീൽസ് പ്രൈമർലി വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡേറ്റ ഫ്രം മലീഷ്യസ് ത്രെറ്റ്സ് ആൻഡ് ബ്രീച്ചസ്. അതായത് ഡേറ്റ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമൊന്നുമല്ല, അതിനുശേഷം ഡേറ്റ സെക്യൂർ ആക്കി വെക്കുക എന്നുള്ളത്, കൊടുത്തിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ എവിടുന്നോ കിട്ടിയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്ന ഒരു സംഗതി, ഇത് മലീഷ്യസ് ആയിട്ടുള്ള ത്രെറ്റിൽ നിന്നും ബ്രീച്ചസിൽ നിന്നും പുറത്തു നിന്ന് ആരെങ്കിലും അതിൽ കൈകടത്തുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ എന്താണ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടേം തന്നെ എന്താണ്, ഒരു പ്രൊട്ടക്ഷനെ സിംബോളൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മീനിങ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഡേറ്റയെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ മെക്കാനിസംസ് ആൻഡ് പ്രോട്ടോകോൾസ് യു ഹാവ് ടു പ്ലേസ് ഇൻ സേഫ് ഗാർഡ് ഡേറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്, ലീക്സ് ഓർ തെഫ്റ്റ്. അപ്പോൾ ആ സെക്യൂരിറ്റിക്കകത്ത് ഇൻവോൾവ് ചെയ്യുന്ന എന്തൊക്കെയാണ് മെക്കാനിസംസ് ആൻഡ് പ്രോട്ടോകോൾസ്, കുറേ അധികം കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഒരു വീടിനൊരു സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ വീടിൻ്റെ ഒരു ഫെൻസിങ് പ്രോപ്പറാക്കും, അതിൽ സെക്യൂരിറ്റി ഗാർഡ്സിനെ കൊണ്ടുവരും, CCTV ക്യാമറാസ് കൊണ്ടുവരും. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു വീടിൻ്റെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഒരു ഡേറ്റയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇത്തരത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെയൊക്കെയാണ് അതിൻ്റെ മെക്കാനിസംസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അത്തരം കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് ആ ഡേറ്റ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡേറ്റ പ്രൈവസി എന്താണെന്നും ഡേറ്റ സെക്യൂരിറ്റി എന്താണെന്നും ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നൗ ഇമ്പോർട്ടൻറ്റ് ടെക്നോളജീസ് ഫോർ ഡേറ്റ പ്രൈവസി. ഡേറ്റ പ്രൈവസിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഒരുപാടുണ്ടാവും, മേജറായിട്ടുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷൻ എന്ന് പറയുന്നൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, എൻക്രിപ്ഷൻ. നെക്സ്റ്റ് ഈസ് ആക്സസ് കൺട്രോൾ. ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നൊരു സംഗതി. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ. ഇത് പലതും യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ പലയിടത്തുമൊക്കെ ആയിട്ട്. അതിൽ ടു ഫാക്ടർ ഒതൻറ്റിക്കേഷനൊക്കെ പലപ്പോഴും എല്ലാവർക്കും എന്താണ്, ഒന്നുകിൽ ഇപ്പം ഡെഫിനിഷൻ, ആ പേര് കേട്ടിട്ട് മനസ്സിലാവാത്തവർക്ക് കാര്യം അറിയായിരിക്കും, പക്ഷേ അതെന്താണെന്നുള്ളതിനൊരു എന്താണ് അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് മനസ്സിലാവാത്തതായിരിക്കും. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ്.
സോ എൻക്രിപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ഓഫ് കൺസീലിംഗ് ഇൻഫർമേഷൻ ബൈ സ്ക്രാംബ്ലിംഗ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി എ റാൻഡം ഡേറ്റ. അതായത് നമ്മളുടെ ഒറിജിനൽ ഡേറ്റ ഇല്ലേ, ഇപ്പോൾ ഒരു മെസ്സേജ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് അയച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താണ്, അത് നമുക്ക് മനസ്സിലാവേണ്ട ഫോർമാറ്റിലായിരിക്കത്തില്ല കിടക്കുന്നത്, അത് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ എന്ത് ചെയ്യുകയാണ്, ഡീക്രിപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒറിജിനൽ സാധനം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുകയും കീപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പുറത്തു നിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചാലും എന്താണ്, അത് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ നമ്മൾ ഇൻഫർമേഷനെ കൺസീൽ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് സെൻസിറ്റീവ് ഡേറ്റ ഇൻ ടു അൺറീഡബിൾ ഫോർമാറ്റ്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി കയ്യിലുള്ള ഡേറ്റയെ വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു യൂസിങ് എൻക്രിപ്ഷൻ അൽഗോരിതംസ്. എൻക്രിപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന അൽഗോരിതംസ് ഉപയോഗിച്ചിട്ട്. ആൻഡ് എ സീക്രട്ട് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കീ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തിരിച്ച് പഴയ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ യു ക്യാൻ ഓൺലി ഡീക്രിപ്റ്റ് ദ സ്ക്രാംബിൾഡ് ഡേറ്റ ബാക്ക് ഇൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഫോം യൂസിങ് ദ കറസ്പോണ്ടിങ് ഡീക്രിപ്ഷൻ കീ. ഓക്കെ, അപ്പം നമുക്ക് ഒരു സംഗതിയുണ്ട്, ആ സംഗതിയെ മറ്റൊരു ഫോർമാറ്റിലേക്ക്, ഡേറ്റയെ മറ്റൊരു അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു യൂസിങ് ദീസ് എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആൻഡ് എ കീ. ഈ കീ ഉള്ള ആളിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ കീ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് പഴയ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം, എൻക്രിപ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം എന്താണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് വൺ കൈൻഡ് ഓഫ് എ ടെക്നോളജി അഡോപ്റ്റഡ്. നെക്സ്റ്റ് ഈസ് ആക്സസ് കൺട്രോൾ. Access control means it ensures that only authorized parties access the system and data. അതായത് നമ്മളുടെ കയ്യിലൊരു ഡേറ്റ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ഒരിടത്തുണ്ട്. അപ്പോൾ ഈ ഡേറ്റ ഉള്ളത് ഒരു പെർട്ടിക്കുലർ അതോറിറ്റിക്കോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണോ അതോറിറ്റിക്കോ മാത്രമേ അതിൽ ആക്സസ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും അത് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആക്സസ് കൺട്രോൾ ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് ഡേറ്റ ലോസ് പ്രിവെൻഷൻ ടു സ്റ്റോപ്പ് സെൻസിറ്റീവ് ഡേറ്റ ഫ്രം ലീവിംഗ് ദ നെറ്റ്വർക്ക്. ഈ ആക്സസ് കൺട്രോളിനോടൊപ്പം തന്നെ എന്താണ്, ഡേറ്റ ലോസ് പ്രിവെൻഷൻ ടെക്നിക്കുകളും ഡേറ്റ നഷ്ടപ്പെടാതിരിക്കാനുള്ള ടെക്നിക്കുകളും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സെൻസിറ്റീവ് ഡേറ്റ ലീക്ക് ആവുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് നെക്സ്റ്റ് വൺ. അപ്പം ആർക്ക് ആക്സസ് ഉണ്ടെങ്കിലും എൻക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആക്സസ് നിയന്ത്രിക്കുക, ഓക്കെ, ചുരുങ്ങിയ കുറച്ച് ആളുകളിലേക്ക് മാത്രമായിട്ട്, ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണിലേക്ക് മാത്രമായിട്ട് നിയന്ത്രിച്ചാലും എന്താണ്, ഔട്ട്സൈഡ് വേൾഡിന് ഈ ഡേറ്റ കിട്ടത്തില്ല. നെക്സ്റ്റ് വൺ ഈസ് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ. So it is one of the most important technologies for regular users as it makes it far harder for attackers to gain unauthorized access to personal accounts. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പല ഏരിയാസിലും നെറ്റ്വർക്കും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പം നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു പേഴ്സണൽ ഇടം ഉണ്ടാവും, നമ്മളുടെ ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടിന് 2 കഥ കിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 പ്രൊട്ടക്ഷൻ താഴിട്ടിട്ട് നമ്മൾ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഭാഗം എങ്ങനെയെങ്കിലും തുറന്നാലും അടുത്തടുത്ത് എന്താണ്, അടുത്തൊരു പ്രൊട്ടക്ഷനും കൂടെ, അടുത്തൊരു കഥകും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഡബിൾ ചെക്കിങ് അല്ലെങ്കിൽ ഡബിൾ കവറേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സംടൈംസ് റെഫേർഡ് ടു എസ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് മനസ്സിലായി കാണും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡ്യുവൽ ഫാക്ടർ ഒതൻറ്റിക്കേഷൻ. അത് അങ്ങനെയും നമ്മൾ അറിയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാസ്വേഡ് ഇട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സംടൈംസ് നിങ്ങൾ നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. പിന്നെ നിങ്ങൾ റോബോട്ട് അല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അതിനകത്ത് നിന്നുള്ള ഇമേജസോ പാറ്റേൺസോ അല്ലെങ്കിൽ ക്യാപ്ഷ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ക്യാപ്ഷ കൂടി എൻ്റർ ചെയ്താൽ മാത്രമേ എന്താണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഉള്ളിലേക്ക്. അപ്പോൾ എന്നതുപോലെ ഒന്നുകിൽ ഒരു പാസ്വേഡ് ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ്, ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഇമെയിലിലോട്ടോ ഒരു പാസ്വേഡ് കൂടി, ഒരു കീ കൂടി വരും. കീ മീൻസ് ഒരു നമ്പറും ഡിജിറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു നമ്പർ വരും, നമ്മൾ അവിടെ ആ നമ്പറിൽ എന്താണ്, ഇപ്പോൾ മെയിലൊക്കെ നമുക്ക് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മെയിലിൽ റോങ് ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ പാസ്വേഡ് വീണ്ടും ചോദിക്കുകയാണ്. നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് പറയും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു ഡിവൈസ്, ആ ഡിവൈസിൻ്റെ പേരടക്കം പറയുന്നുണ്ട്, ആ ഡിവൈസിലൊരു നമ്പർ വന്നിട്ടുണ്ട്, അത് അവിടെ പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാനെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷനാണ്. അപ്പോൾ ഒറിജിനൽ യൂസർ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, അതും എന്താണ്, ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്കുകളിലൊന്നാണ്. സോ കോമൺ ആയിട്ടുള്ള ടെക്നിക്ക് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റ പ്രൈവസി ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നൗ കീ പ്രിൻസിപ്പിൾസ് ഓഫ് ഡേറ്റ പ്രൈവസി. നമ്മൾ മുമ്പ് ഡേറ്റ പ്രൈവസിയുടെ
ഡേറ്റ പ്രൈവസി വേഴ്സസ് ഡേറ്റ സെക്യൂരിറ്റിയെ പറ്റിയിട്ട് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞു പ്രിൻസിപ്പിളുകളൊക്കെ ആയിട്ട് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഡേറ്റ പ്രൈവസി വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അത് എല്ലായിടത്തും എല്ലാ രാജ്യത്തിൻ്റെയും നിയമങ്ങൾ അനുസരിച്ചിട്ടുമൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ ആൻഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡൊമൈൻ ഇറ്റ് ചേഞ്ചസ്. പക്ഷേ ഒരു ഗുഡ് ഡേറ്റ പ്രൈവസി പോളിസി എന്ന് പറയുന്നത് ഇതെല്ലാം അടങ്ങുന്നതായിരിക്കും, അതിൻ്റെ അണ്ടറിൽ വരുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലോഫുൾനെസ്, ഫെയർനെസ് ആൻഡ് ട്രാൻസ്പാരൻസി. എന്താണത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണൽ ഡേറ്റ മസ്റ്റ് ബി കളക്റ്റഡ് ആൻഡ് പ്രോസസ്ഡ് ഇൻ എ ലീഗൽ, ഒരു നിയമാനുസൃതമായിരിക്കണം അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ റാൻഡമായിട്ട് വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതല്ല വേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പ്രൈവസിയും മറ്റു കാര്യങ്ങളെന്നൊക്കെ പറയുന്ന ആ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഫെയർ മാനർ ആൻഡ് ഇൻഡിവിജ്വൽസ് മസ്റ്റ് ബി ക്ലിയർലി ഇൻഫോംഡ് അബൌട്ട് ഹൗ ദെയർ ഡേറ്റ ഈസ് ബീങ് യൂസ്. എന്നാൽ അതാത് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഡേറ്റ ഏതൊക്കെ ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത്, മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർനെസ് ആയിരിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് പർപ്പസ് ലിമിറ്റേഷൻ. ഡേറ്റ ഷുഡ് ഓൺലി ബി യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് ലെജിറ്റിമേറ്റ് പർപ്പസ്. നിയമാനുസൃതമായി കൃത്യമായ ഒരു പെർട്ടിക്കുലർ ലക്ഷ്യത്തോട് കൂടിയിട്ട് വേണ്ടി മാത്രമായിരിക്കണം ആ ഡേറ്റ യൂസ് ചെയ്യുന്നത്. അതായത് ഒരാളിൻ്റെ ഒരു ഡേറ്റ കിട്ടിയെന്ന് കരുതി എല്ലാ കാര്യത്തിനും അങ്ങ് യൂസ് ചെയ്യുന്നൊരു രീതിയല്ല. അപ്പോൾ കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിയമാനുസൃതമാണ്. ഓക്കെ, ദാറ്റ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് കളക്ഷൻ. ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നോട്ട് ഫോർ എനി അൺറിലേറ്റഡ് ഓർ അൺഓതറൈസ്ഡ് യൂസ്. അതല്ലാതെ മറ്റൊരാവശ്യത്തിനും അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതാണ് പർപ്പസ് ലിമിറ്റേഷൻ. അതിൻ്റെ പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണോ അതിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് ഡേറ്റ മിനിമൈസേഷൻ. മറ്റൊരു കാര്യം, only the personal data that is absolutely necessary for the intended purpose to be collected, avoiding excess or irrelevant information. അതായത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ കളക്ട് ചെയ്യുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആധാർ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്നാലും അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് തന്നെ ചിലപ്പോൾ കളക്ട് ചെയ്യുന്നാലും ഇതൊക്കെ എന്തിനാണ് വാങ്ങിക്കുന്നത്, ഈ ഡേറ്റയുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നുമല്ലോ. അപ്പോൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ അബ്സല്യൂട്ട്ലി നെസസറി ആയിട്ടുള്ള ഡേറ്റ മാത്രമേ കളക്ട് ചെയ്യാവുള്ളൂ, അതിനപ്പുറത്തേക്ക് കളക്ട് ചെയ്യരുത്. അപ്പം എന്താണ്, എക്സസോ അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പം മിനിമൽ കണ്ടൻറ്റ്, അതായത് ഏത് ആവശ്യത്തിന് വേണം അതിൻ്റെ കണ്ടൻറ്റ് മാത്രം കളക്ട് ചെയ്യുക എന്നുള്ളത്. അതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അനദർ വൺ ഈസ് ആക്യുറസി. ഓർഗനൈസേഷൻസ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്പ് ടു എൻഷുർ ദാറ്റ് ദ ഡേറ്റ ദേ ഹോൾഡ് ഈസ് ആക്യുറേറ്റ് ആൻഡ് കെപ്റ്റ് അപ് ടു ഡേറ്റ് ആൻഡ് മസ്റ്റ് കറക്റ്റ് ഓർ ഡിലീറ്റ് ഇനാക്യുറേറ്റ് ഡേറ്റ വിതൗട്ട് ഡിലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്യുന്നപ്പോൾ ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം എന്നുള്ളതും, ഇൻ കേസ് അതിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതും, ഇൻ കേസ് അതിനകത്ത് ആക്യുറേറ്റ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതും, ഇതും ഡേറ്റ പ്രൈവസിയുടെ പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണ്. അത് ഏതൊരു കാര്യത്തിൻ്റെയും ബേസിക് പ്രിൻസിപ്പിളായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ എന്താണോ കളക്ട് ചെയ്യുന്നത് അത് ശരിയായിരിക്കണം എന്നുള്ളത്. തെറ്റാണെങ്കിൽ മാറ്റുക, തിരുത്തണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് സ്റ്റോറേജ് ലിമിറ്റേഷൻ. പേഴ്സണൽ ഡേറ്റ ഷുഡ് ഓൺലി ബി റിറ്റെയിൻഡ് ഫോർ as long as it is needed to fulfill its intended purpose, after which it must be securely deleted or anonymized. ഇതും സിറ്റുവേഷൻ അനുസരിച്ച് ആപ്ലിക്കബിൾ ആവുന്ന പ്രിൻസിപ്പിളാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്നും ഒരു ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. ഈ ഡേറ്റ യൂഷ്വലി ലോങ് ടേം ആണ് എല്ലാവരും കീപ്പ് ചെയ്യാറുള്ളത്. ഇനി അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തു, ആ പർപ്പസ് കഴിയുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോറേജ് ലിമിറ്റേഷൻ എന്ന് പറയുന്ന ആ പർപ്പസ് കഴിയുന്നതോട് കൂടിയിട്ട്, ആവശ്യമില്ലാതാവുന്നതോട് കൂടിയിട്ട് ആ ഡേറ്റ വേണ്ട, റിമൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അല്ലെങ്കിൽ അത് ആരുടെയാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ സെക്യൂർലി ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അനോണിമൈസ് ചെയ്യണം എന്നുള്ളത് മറ്റൊരു പ്രിൻസിപ്പിളാണ്. Integrity and confidentiality. Appropriate technical and organizational measures must be taken to protect personal data from unauthorized access, loss, damage or breach. അതായത് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് മറ്റുള്ള പുറത്തു നിന്നുള്ള ആളുകൾ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഒരു ബ്രീച്ച് ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം. അത് സെക്യൂർഡ് ആയിരിക്കണം. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടാവാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല, അതിന് കേടുപാടുകളൊന്നും പറ്റാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തണം. അതാണ് ഇൻറ്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്, organizations are responsible for complying with all data protection principles and must be able to demonstrate this compliance through proper documentation and practices. അതായത് ആരാണോ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നവർ ആ നാട്ടിൽ നിലനിൽക്കുന്ന ഡേറ്റ പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ
ലോസ്, ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ്, അതുമായിട്ട് ചേർന്നാണ് ഇവർ ഡേറ്റ കളക്ട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പ് വരുത്തുകയും വേണം. അതോടൊപ്പം എന്താണ്, അതിന് വേണ്ട പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ പ്രാക്ടീസസ് എന്താണോ അത്, ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ അത്, പ്രാക്ടീസസ് എന്താണോ അത്, അതുകൂടി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് അവർ സ്വയം ഉറപ്പ് വരുത്തിയാൽ മാത്രം പോരാ, ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടാവും, അതുകൂടി ചെയ്തിട്ടുണ്ടാവണം. ഈ കാര്യവും ഉറപ്പ് വരുത്തണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, ഡേറ്റ പ്രിൻസിപ്പിൾസ്. ഇത് ഇത്രയും എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് അവസാനിക്കുന്നു എന്നല്ല, ഇത് ഇത്രയും എന്താണ്, പ്രധാനപ്പെട്ട ഡേറ്റ പ്രിൻസിപ്പിൾസ് ആണ്. ഇതിപ്പം എല്ലാ നാട്ടിലും അല്ലെങ്കിൽ എല്ലാ ഡേറ്റ കളക്ഷനിലും ഒരേപോലെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് ആ നാട്ടിൽ നിലനിൽക്കുന്ന നിയമമായിരിക്കും കൂടുതലും എന്താണ്, ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെയും സ്റ്റോർ ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടായിരിക്കും ആ നാട്ടിലെ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടാവുക. സോ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് ഇത്രയുമാണ് ഡേറ്റ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഡേറ്റ പ്രൈവസി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഡേറ്റ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ പറ്റിയിട്ടാണ്. ഈ ഹെഡിങ് കാണുമ്പോൾ ഒരുപാട് നിയമങ്ങളൊന്നും ഉണ്ടെന്ന് വിചാരിക്കരുത്. ആകെ ഒരു നിയമമാണ് നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്. അത് തന്നെ എന്താണ്, ഫുള്ളി എൻഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. അത് 2023 ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആക്ട് പ്രകാരം ആണ് ഇപ്പോൾ നിലവിൽ സോൾലി ആ ഒരു ആക്ട് മാത്രമാണ് ഇന്ത്യയിൽ എന്തെന്ന് പറയുന്നത് ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ളത്. അപ്പം ഇറ്റ് ആക്ച്വലി പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുന്നുണ്ട്. പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ, എന്ത് ടൈപ്പ് ഡേറ്റ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതാണ് ആക്ട് എന്ന് അറിഞ്ഞു വെക്കുക. അത് 2023 ഇനാക്ട് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പെന്ന് പറയുന്നത് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 വരുന്നു. അത് 2008 അമെൻഡ് ചെയ്യുന്നു. നമ്മളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പഠിക്കാനുള്ളത് കൊണ്ട് അവിടെ കവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആക്റ്റും ഇതിൽ നിന്നും പിന്നീട് ഫ്രെയിം ചെയ്ത ഇൻഫർമേഷൻ ടെക്നോളജി, റീസണബിൾ സെക്യൂരിറ്റി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് സെൻസിറ്റീവ് പേഴ്സണൽ ഡേറ്റ ഓർ ഇൻഫർമേഷൻ റൂൾസ് 2011 ഇതുമായിരുന്നു എന്തെന്ന് പറയുന്നത്, ഇതിന് മുമ്പ് പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ടായിരുന്നത്. അതിൽ ഈ പറയുന്ന IT ആക്ട് പൂർണ്ണമായിട്ടും അതിനെയൊന്നും പറ്റിയിട്ടല്ല പറയുന്നത്. അതിൽ സെക്ഷൻ 43-ഉം 72-ഉം കോമ്പൻസേഷനും പെനാൽറ്റിയുമാണ് ഡേറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു അതിൻ്റെ പ്രൊവിഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ഈ റൂളുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം 2023 നമുക്ക് DPDP ആക്ട് നിലവിൽ വരുന്നു. അപ്പോൾ ആക്ട് പ്രകാരം ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ആ ആക്ടിനകത്ത്. അതേപോലെ തന്നെ കൺസെൻറ്റ് ബേസ്ഡ് ഡേറ്റ പ്രോസസ്സിങ് എങ്ങനെയായിരിക്കണം, ഡേറ്റ പ്രോസസ്സിങ് കൺസെൻറ്റ് ബേസ്ഡ് ആയിരിക്കണം എന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഗ്രീവിയൻസ് റിഡ്രസൽ, പരാതികളുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ പെനാൽറ്റീസ് ഫോർ ഡേറ്റ ബ്രീച്ചസ്, ഡേറ്റ കളക്ട് ചെയ്യുമ്പം ബ്രീച്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള പെനാൽറ്റിയെ പറ്റി പറയുന്നുണ്ട്. ദെൻ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്, ആരുടെ ഡേറ്റ ആണോ കളക്ട് ചെയ്യുന്നത് അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഡേറ്റ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോ എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. So Digital Data Protection Act 2023. Digital Data Protection Act is the first dedicated legislation focused on safeguarding individuals' digital personal data. വ്യക്തികളുടെ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഇനാക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ലെജിസ്ലേഷനാണ് എന്തെന്ന് പറയുന്നത് ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്, ഇറ്റ് ഔട്ട്ലൈൻസ് ഹൗ പേഴ്സണൽ ഡേറ്റ ഷുഡ് ബി കളക്റ്റഡ്, എങ്ങനെയായിരിക്കണം ഈ പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അത് പ്രോസസ്സ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അത് സ്റ്റോർ ചെയ്യേണ്ടത്, എയിമിംഗ് ടു സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ഡേറ്റ പ്രൈവസി ആൻഡ് ലെജിറ്റിമേറ്റ് യൂസ് ഓഫ് ഡേറ്റ. അപ്പം ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് ഡേറ്റ പ്രൈവസി ഉണ്ടായിരിക്കണം, മറുഭാഗത്ത് നിയമാനുസൃതമായി ഡേറ്റ ഉപയോഗിക്കാനും പറ്റണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യുകയും വേണം, അത് മിസ്യൂസ് ചെയ്യപ്പെടാനും പാടില്ല എന്നുള്ളത്. അപ്പോൾ കളക്ട് ചെയ്യുമ്പം അത് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം, അത് ഒരു ലീഗൽ മാൻഡേറ്റ് അല്ലെങ്കിൽ ഒരു ലീഗൽ ബാക്കിംഗ് അതുണ്ടായിരിക്കണം. അതാണ് ഈ DPDP ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് എയിംസ് ടു എൻഷുർ ഡേറ്റ പ്രൈവസി റൈറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസിൻ്റെ ഡേറ്റ പ്രൈവസി റൈറ്റ് എൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. നെക്സ്റ്റ്, ക്ലിയർ റൂൾസ് ഫോർ ഡേറ്റ പ്രോസസ്സിംഗ് ബൈ ഓർഗനൈസേഷൻ. കളക്ട് ചെയ്തെടുക്കുന്ന ഓർഗനൈസേഷൻസ് എങ്ങനെയായിരിക്കണം ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്, പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഡേറ്റ ബ്രീച്ചസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പേഴ്സണൽ ഡേറ്റ മിസ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള പെനാൽറ്റീസിനെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്ടിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നൗ നെക്സ്റ്റ് നമുക്ക്
ഈ പറയുന്ന ആക്ടിൻ്റെ അണ്ടറിലുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഒന്നെന്ന് പറയുന്നത് ഈ DPDP ആക്ട് ഈ ഒരു സെക്ഷനുമായിട്ട് നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഈ ആക്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് ഇൻഡെപ്തിലായിട്ടുള്ള ചോദ്യങ്ങൾ വരില്ല. രണ്ടെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഈ ആക്ട് എന്ന് പറയുന്നത് നിലവിൽ എന്താണ് ഇത് ഇപ്പം ലൈക്ക് ഇത് ഇനാക്ട് ചെയ്തിട്ടുണ്ട്, കെയിം ഇൻ ടു ഫോഴ്സ് ആയിട്ടില്ല. അതായത് പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് വരെ ലഭിച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്തിട്ടില്ല, സെൻട്രൽ ഗവൺമെൻറ് ഇതിനെ പബ്ലിഷ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ August 11, 2023 ആക്ട് നിലവിൽ വരുന്നത്. August 7 ലോക്സഭ, August 9 രാജ്യസഭ, 11 പ്രസിഡൻറ്റിൻ്റെ അസെൻറ്റ് കിട്ടി. ബട്ട് എന്താണ് ഇതിൻ്റെ പ്രൊവിഷൻസ് കംപ്ലീറ്റ്ലി ഇത് എൻഫോഴ്സ് ചെയ്തിട്ടില്ല. ഓരോ പ്രൊവിഷൻസായിട്ട് അപ്രൂവ് ചെയ്യുമ്പം അങ്ങനെ മാത്രമേ ഈ ആക്ട് എന്ത് ചെയ്യത്തുള്ളൂ, വരികയുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ അതാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട്, അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. സോ DPDP ആക്ട് ഇൻ ഇന്ത്യ ഈസ് ഓൺലി അപ്ലൈയിങ് ടു ദ പ്രോസസ്സിംഗ് ഓഫ് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ആക്ടിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ ആണ്. അതിനകത്ത് ഡിജിറ്റലും വരുന്നുണ്ട്, പേഴ്സണലും വരുന്നുണ്ട്. സോ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റയുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഈ ആക്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതെന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡേറ്റ ഇനിഷ്യലി കളക്റ്റഡ് ഇൻ ഡിജിറ്റൽ ഫോം ഓർ പ്രീവിയസ്ലി ഇൻ എ നോൺ ഡിജിറ്റലൈസ്ഡ് ഫോം ബട്ട് ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ഡിജിറ്റൽ ഫോം. ഒന്നെങ്കിൽ കളക്ട് ചെയ്തപ്പം ഡിജിറ്റലൈസ് ആയിട്ടാണ് കളക്ട് ചെയ്തത്, അതല്ല നേരത്തെ എന്താണ് ഡിജിറ്റൽ അല്ലാതെ കളക്ട് ചെയ്തിട്ട് പിന്നീട് അതിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രസൻ്റ്ലി ഡിജിറ്റൽ ഫോമിലിരിക്കുന്ന എല്ലാ ഡേറ്റയും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡേറ്റയും മീൻസ് എല്ലാ പേഴ്സണൽ ഡേറ്റയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്ടിൻ്റെ അണ്ടറിൽ കവർ ചെയ്യുന്നുണ്ട്. ദെർഫോർ DPDP ആക്ട് ഡസ് നോട്ട് റെഗുലേറ്റ് ദ പ്രോസസ്സിംഗ് ഓഫ് പേഴ്സണൽ ഡേറ്റ ദാറ്റ് റിമെയിൻസ് സോൾലി ഇൻ ഇറ്റ്സ് നോൺ ഡിജിറ്റലൈസ്ഡ് സ്റ്റേറ്റ്. പൂർണ്ണമായിട്ടും ഡിജിറ്റൽ അല്ലാതിരിക്കുന്ന ഡേറ്റയെ പറ്റിയിട്ട് ഈ ആക്ട് ഒന്നും പറയുന്നില്ല. അതേപോലെ തന്നെ എന്താണ് നോൺ പേഴ്സണൽ ഡേറ്റ ആണെന്നുണ്ടെങ്കിലും ഈ ആക്ടിൻ്റെ ഡൊമൈനിൽ വരുന്നതല്ല. ഓക്കെ, അപ്പം ഡിജിറ്റൽ ആയിരിക്കണം, പേഴ്സണൽ ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ദെൻ DPDP ആക്ട് അപ്ലൈസ് ടു ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ ദാറ്റ് ഈസ് പ്രോസസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, സോ ഈ ആക്ട് പ്രകാരം ഇന്ത്യക്ക് പുറത്തും പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റയും ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റയും ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. പ്രൊവൈഡഡ് ഓൺലി ഇഫ് സച്ച് പ്രോസസ്സിംഗ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് എനി ആക്ടിവിറ്റി റിലേറ്റഡ് ടു ഓഫറിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു ഡേറ്റ പ്രിൻസിപ്പിൾസ് ഇൻ ഇന്ത്യ. ഇന്ത്യക്കകത്തുള്ള ഡേറ്റ പ്രിൻസിപ്പിൾസ് എന്നോ ഡേറ്റ സബ്ജക്റ്റ് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഡേറ്റയാണോ കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവരെയാണ്, അതായത് ഇന്ത്യക്കകത്തുള്ള ആളുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ടെറിറ്ററിക്കകത്തുള്ള ആളുകളെയാണ് ഈ DPDP ആക്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അല്ലെങ്കിൽ അവർക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫർ ചെയ്യുന്നതിൻ്റെ പേരിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡേറ്റ ആണ് അത്. പക്ഷേ പുറത്തുള്ള ഒരു എൻറ്റിറ്റിയാണ്, അതായത് പുറത്ത് ഇപ്പം ലൈക്ക് വിദേശത്തുള്ള ഒരു ഓർഗനൈസേഷനാണ് അത് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഈ ആക്ട് അവർക്ക് ബാധകമാണ്. കാരണം ആരുടെ ഡേറ്റ കളക്ട് ചെയ്തത്, ഇന്ത്യക്കകത്തുള്ള ആളുകളുടെ ഡേറ്റയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ദ DPDP ആക്ട് കണ്ടംപ്ലേറ്റ്സ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ആസ് ആൻ എൻഫോഴ്സ്മെൻറ്റ് ബോഡി. ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് നിലവിൽ വരുന്നതിനെ പറ്റിയിട്ട് ഈ ആക്ടിൻ്റെ അണ്ടറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതും എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അല്ലെങ്കിൽ ഈ ആക്ടിൻ്റെ ഒരു ഫീച്ചറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ്, ദി ആക്ട് ഡിഫൈൻസ് കീ ടേംസ് ലൈക്ക് ഡേറ്റ പ്രിൻസിപ്പൽ, ഡേറ്റ ഫിഡ്യൂഷ്യറി, ഡേറ്റ പ്രോസസ്സർ എക്സെട്ര. അതായത് ഈ ആക്ടിൻ്റെ അണ്ടറിൽ ചില കീ ടേംസുകൾ വരുന്നുണ്ട്, കീ വേർഡ്സ് വരുന്നുണ്ട്. അതായത് ഡെഫിനിഷൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലൊക്കെ ഈ ആക്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഡേറ്റ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു ടേം, ഡേറ്റ ഫിഡ്യൂഷ്യറി, ഡേറ്റ പ്രോസസ്സർ, അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടേംസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് അത് നമ്മളിത് ഈ ഒരു ആക്ടിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പം കൂടെ കടന്നു വരും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് അതൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അണ്ടർ DPDP ആക്ട് ഹൂ ഈസ് ആക്ച്വലി കൺസിഡേർഡ് ആസ് ഡേറ്റ പ്രിൻസിപ്പൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചോദ്യം വന്നാൽ അത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഡേറ്റ പ്രിൻസിപ്പൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഹൂസ് പേഴ്സണൽ ഡേറ്റ ഈസ് പ്രോസസ്ഡ്. അതായത് ഡേറ്റ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഡേറ്റ സബ്ജക്ട്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടെറിട്ടറിക്കകത്തുള്ള ആരുടെ ഡേറ്റയാണോ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നത് ആ വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡേറ്റ പ്രിൻസിപ്പൽ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് എസെൻഷ്യലി ദ ഡേറ്റ സബ്ജക്ട് ഹൂസ് ഡേറ്റ ഈസ് ബീങ് പ്രോസസ്ഡ്. ഓക്കെ, ഡേറ്റ സബ്ജക്ട്സ് എന്നും അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡേറ്റ ഫിഡ്യൂഷ്യറി. ഡേറ്റ ഫിഡ്യൂഷ്യറി ആരാണ് എന്നുള്ളതാണ്. Any person or entity who alone or together with others determines the purpose and means of processing the personal data. എന്തിനു വേണ്ടി എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യേണ്ടതും എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു എൻറ്റിറ്റിയോ ആരും ആയിക്കൊള്ളട്ടെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് വിളിക്കുന്നത്. അപ്പം
പേഴ്സണൽ ഡേറ്റയുടെ പ്രോസസ്സിങ്ങും മറ്റു കാര്യങ്ങളും എങ്ങനെയായിരിക്കണം, എന്തിനായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പോ ഒരു വ്യക്തിയോ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് വിളിക്കുന്നു. അത് ഗവൺമെൻറ്റോ ഗവൺമെൻറ് അതായത് ആക്ട് പ്രകാരം അധികാരപ്പെടുത്തിയിട്ടുള്ള ആരുമാവാം. ഓക്കെ. സോ ഈ പറയുന്ന ഡേറ്റ ഫിഡ്യൂഷ്യറിക്കായിരിക്കും ഈ നിയമം ഹയസ്റ്റ് കംപ്ലയിൻറ്റ്സ്, അതായത് ഈ നിയമം പരിപൂർണ്ണമായിട്ടും പാലിക്കപ്പെടേണ്ട എല്ലാ ഉത്തരവാദിത്വവും അവർക്ക് വരുന്നത്. കാരണം അവരാണെന്തെന്ന് പറയുന്നതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത്. സോ അവരെന്തായിരിക്കണം, സെക്യൂരിറ്റി മെഷേഴ്സ് പ്രോപ്പറായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഡേറ്റ ബ്രീച്ചസ് ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം, ഡേറ്റ പ്രിൻസിപ്പിൾസിൻ്റെ ആരുടെ ഡേറ്റയാണോ കളക്ട് ചെയ്യുന്നത് അവരുടെ അവകാശങ്ങൾ എന്തായിരിക്കണം, അതിനനുസരിച്ചിട്ടായിരിക്കണം ഇതെല്ലാം ചെയ്തിരിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി ഈ ഡേറ്റ ഫിഡ്യൂഷ്യറിയോടൊപ്പം തന്നെ ഈ ആക്ടിൻ്റെ അണ്ടറിൽ സിഗ്നിഫിക്കൻറ്റ് ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. സെക്ഷൻ 10 പ്രകാരം ഗവൺമെൻറ്റിന് നോട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഡേറ്റ ഫിഡ്യൂഷ്യറി? ആ പേരിൽ നിന്ന് തന്നെ ഒരു സിഗ്നിഫിക്കൻസ് എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത. അതായത് ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡേറ്റ അതിൻ്റെ ഇനോർമസ് എമൗണ്ട് കാരണത്താലായിട്ടും അതിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി ഒക്കെ കാരണത്താലായിട്ടും അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെ സിഗ്നിഫിക്കൻറ്റ് ഡേറ്റ ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിന് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഈ ആക്ടിൻ്റെ അണ്ടറിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, കുറച്ചുകൂടെ സ്ട്രിക്റ്റർ ഒബ്ലിഗേഷൻസ് എല്ലാം ഇമ്പോസ് ചെയ്യുന്ന ആളുകളായിരിക്കും അതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേക്ക് ഹോൾഡറിനെ പറ്റി കൂടി ഈ ആക്ടിൻ്റെ അണ്ടറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഡേറ്റ പ്രോസസ്സർ. അതെന്താണെന്നൊന്ന് അറിയുക. എനി പേഴ്സൺ ഹു പ്രോസസ്സസ് ദ പേഴ്സണൽ ഡേറ്റ ഓൺ ബിഹാഫ് ഓഫ് ദിസ് ഫിഡ്യൂഷ്യറി. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, ഡേറ്റ പ്രോസസ്സിങ് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആളിന് വേണ്ടിയിട്ട് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡേറ്റ പ്രോസസ്സർ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഡേറ്റ പ്രോസസ്സറിൻ്റെ ഉത്തരവാദിത്വം എന്താണ്, ഫിഡ്യൂഷ്യറി പറയുന്നത് അനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അയാളായിരിക്കത്തില്ല ഒരിക്കലും എന്തിനു വേണം എങ്ങനെ വേണമെന്നൊന്നും തീരുമാനിക്കുന്നത്. അയാളുടെ ജസ്റ്റ് ജോലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദിസ് ഫിഡ്യൂഷ്യറിയുടെ ബിഹാഫിൽ ആക്ട് ചെയ്യുക എന്നത് മാത്രമാണ്. നെക്സ്റ്റ് ഈസ് ഡേറ്റ പ്രൊട്ടക്ഷൻ ഓഫീസർ. It is a designated individual responsible for overseeing an organization's data protection strategy and ensuring compliance with the act. അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഈ പറയുന്ന തരത്തിൽ ഡേറ്റ കളക്ഷനും പ്രോസസ്സിങ്ങും നടക്കുന്നുണ്ട് എങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഈ പ്രൊസീജിയറുകളെല്ലാം തന്നെ ഈ ആക്ടിൻ്റെ അണ്ടറിൽ അതിന് വിധേയമായിക്കൊണ്ടാണ് നടക്കുന്നത് എന്ന കാര്യം ഉറപ്പാക്കുന്ന ഒരു ഡെസിഗ്നേറ്റഡ് ഇൻഡിവിജ്വലാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ഡേറ്റ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അതായത് കളക്ട് ചെയ്യപ്പെടുന്ന വ്യക്തി, ഡേറ്റ പ്രിൻസിപ്പൽ, അതേപോലെ തന്നെ ഡേറ്റ ഫിഡ്യൂഷ്യറി, അതേപോലെ റെഗുലേറ്റിംഗ് അതോറിറ്റി, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ, ഇവരുടെ എല്ലാം ഇടയിലായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറയുന്നത് ഈ പറയുന്ന DPO. അപ്പം ഒരു കണക്റ്റിംഗ് ലിങ്കാണ്, ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കാണ്. ഈ നിയമാനുസൃതമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന DPOയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. സോ ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഡേറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് ഡേറ്റ പ്രൈവസി, അതിൻ്റെ കീ പ്രിൻസിപ്പിളുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം, അതേപോലെ തന്നെ ഇന്ത്യയിൽ ഡേറ്റ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമം ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം, അതിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള കാര്യം. സോ വിത്ത് ദിസ് വി ക്യാൻ കൺക്ലൂഡ് ദ ടോപ്പിക് ഡേറ്റ പ്രൈവസി. സോ സീ യു ഇൻ നെക്സ്റ്റ് സെഷൻ.